മൃഗത്തൊഴിൽ കൂടി നടക്കുന്ന ഒരുവരെ സ്വീകരിച്ചുകൊണ്ട് മഹേശ്വരനാണ്. തരം താഴ്ത്തി അദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്റെ പതിയാണ് അവസ്ഥ. കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒരുമാതിരി നടന്ന് പട്ടി നടക്കുക. എൻ്റെ മുതലാളി എനിക്കിത് കഴിഞ്ഞിട്ട് ഗംഭീര ചിലവും എടുത്ത് എഴുതാണ്. അത് കേട്ടില്ല ഒന്ന് പറഞ്ഞേ. എൻ്റെ മുതലാളി ഇത്ര ചറ്റി അധികം വിചാരിച്ചില്ല. എന്നോട് ഉത്സവത്തിൽ പോകുന്നത് 2 ദിവസം കഴിഞ്ഞ് ന്യൂ ഇയറിന് എന്നോട് പറയാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഈ കാണുന്ന ഇരട്ടൊന്നും അല്ല. കുറച്ച് ഞങ്ങൾ കഴിയുമ്പോൾ വേറെ ലെവല് സംഭവങ്ങളുണ്ട്. ഇനി കുറച്ച് മേടിച്ച് ഞാൻ കാണിച്ചു തരാം. നടപ്പും വർത്താനം കൂടെ നടക്കുന്നില്ല. അല്ല, പട്ടി നടക്കുന്നില്ല. ശരി, വിശക്കണതിന് വീട് എവിടെയാ? ആ, ഹോട്ടൽ. ഓക്കെ, നോക്ക്. കാരണം അമ്പലത്തിൽ നിന്നല്ലേ വന്നത്. പൊറോട്ട മീറ്റ് ഞാൻ. ഓക്കെ, നോക്കൂ. സീതാദേവിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ. സീതാദേവിയും ലവകുശിയും. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ അങ്ങനെയൊക്കെയാണ്. വാളണ്ടിയർമാർ, പാലത്തിൻ്റെ വാളണ്ടിയർമാരാണ് നടന്ന് ഓടിപ്പോകുന്നത്. ഇവർക്ക് നടന്നു പോയപ്പോൾ ഇവിടെ നിന്ന് ഓടുന്നില്ലേ? നടന്ന് കാര്യം വെച്ചാണ്. എൻ്റെ മുതലാളി നോക്കണ്ടെന്നില്ലേ? എൻ്റെ മുതലാളിക്കോ ഇപ്പൊ കൊച്ചു പിടിച്ചിട്ടേ ഞാനാണ് ജസ്റ്റ് മിസ്സിന് മാറിയത്. അത് അവിടെ നിങ്ങോടെ വരുന്നത് സാധാരണ. ഇതിനുള്ളിൽ കയറിക്കാം. ഓക്കെ, അവിടെ നിങ്ങോടെ വരുന്നത് സാധാരണ. ഇവിടെ നിന്ന് അങ്ങോട്ടാണല്ലോ സാധാരണ. ഇവിടെ താഴെ മേളിലേക്കല്ലേ? ആ, താഴെ പോയിട്ട് മേളിലേക്ക് കഴിക്കില്ലേ? അവിടെ പോയി താലത്തിനൊക്കെ ആനയിച്ച് വരാനായിരിക്കും കഴിച്ചു. അതൊക്കെ അപ്പോൾ ഇവിടെ നിൽക്കും. നമുക്ക് വിഷ്വൽ എടുക്കാം. ഓക്കെ, നോക്കൂ. പോലീസ് മാമന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. മാവൊക്കെ പറഞ്ഞു. മാവോ മരോ എന്താ എന്തോ പക്കത്ത് കൊണ്ടു. സീതയുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടതും കേട്ടതൊന്നുമല്ല, ഇപ്പൊ കണ്ടതൊന്നുമല്ല താലം. ഈ താഴെ ജഡേത്തിങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് താലവും ആയിട്ട് ഈ സാധനം തന്നെ തിരിച്ചു വരും. അപ്പോഴാണ് യഥാർത്ഥ താലം വരുന്നത്. അതായത് ജഡേത്തിങ്കാവ് എന്ന് പറയുമ്പോൾ സീതാദേവി അന്തർദാനം ചെയ്ത് അല്ലേ? ഓ, എൻ്റെ മുതലാളിക്ക് ചരിത്രത്തെ പറ്റി ഭയങ്കര ഇതായതുകൊണ്ട് എന്ത് ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു പോയ സ്ഥലമാണ് എന്ത് ജഡേത്തിങ്കാവ്.
അതെ നോക്കൂ, അപാരമായ അലങ്കാരപ്പണികൾ, അപാരമായ പരിപാടികളാണ് കാണിക്കുന്നത്. അതെ, ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുമ്പോൾ എന്താകും? അടച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. മൈൻഡ് പതുക്കെ നടക്കണു. ഞാൻ ഈ 5 ഇഞ്ച് പൊക്കം വെച്ചാൽ ബാക്കി നീ വീട്ടിൽ ചെന്നിരുന്നു ഫുള്ള് വീ കിട്ടാൻ വേണ്ടി. അത് ശരി, ഇത് കുറേ നിർത്തും. ഇത് കുടങ്ങി ഒന്ന് നിർത്തുമ്പോൾ സാധനം അത് ഫോൾഡിന് പിടിച്ചേക്കുന്നതാ. ഇത് 10,000-15,500 രൂപ വിലയുള്ള സാധന മനുഷ്യ. ഓക്കെ, നോക്കൂ, ഇതാണ് ഉത്സവപ്പറമ്പ്. പറയല്ലേ, അങ്ങോട്ട് പോകല്ലേ? നമുക്ക് കയറിയാലോ? നോക്കാം. ചിലപ്പോൾ അത് പറയില്ല, ഷോക്ക് സർക്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് അല്ലേ തന്നെ കഷ്ടകാലം ആണ് നമുക്ക്. ഓക്കെ, ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കാണാനുണ്ട്. ആ സാധനം കണ്ടിട്ടില്ല. വ്ളോഗിങ്ങോ? നീ പോവാണോ? വാടാ. ഓക്കെ, സാരാതിരെ കൊണ്ട് ശല്യം. നമ്മളിവിടെ നിൽക്കുന്നില്ലേ? ഒരു ഡ്രോൺ എടുത്തായിരുന്നു. ഇതെന്റെ അച്ഛനും അമ്മല്ലേ പോകുന്നേ? ഇതെന്റെ അച്ഛനും കണ്ണാലില്ലേ? അറിയോ? അറിയില്ലല്ലോ? ഇല്ലല്ലേ? ശരി, എന്നാ താഴേക്ക് പോകണ്ട, അവിടെ ഫുള്ള് പിടിച്ചെടുത്തേക്ക്. അവിടെ കയറി നിൽക്കാൻ നോക്കി. ശരി, എന്നാ വിളിച്ചാൽ മതി. വിളിച്ച കിട്ടണ്ടേ? ഇടത് അറിയുന്നില്ലത്. ഞാനും കയറാൻ 1 മിനിറ്റ് ആയിട്ടുള്ളൂ. താഴേക്ക് പോകുന്ന നോക്കിക്കോട്ടോ, ആൾക്കാരുണ്ട്, ഫുള്ള് ആൾക്കാർ. എവിടെ കയറുന്നു? അവിടെ പേ പാർക്കിംഗ് ഉണ്ട്, അവിടെ ഉണ്ടാവും. അവിടെ പാർക്കിംഗ് ഉണ്ടാവും, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാവും. ആ, ആയിക്കോട്ടെ, ചായ വേണമെങ്കിൽ വിളിച്ചോളാം. അതെന്താ അങ്ങനെ കൊടുത്താലോ? അതായത് എൻ്റെ 5 പൈസ എന്നാണ് കവി ഉദ്ദേശിച്ചേ. എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യമില്ല, എന്നെ വാക്ക് കിട്ടടാ. നോക്കൂ, അത് ഇത് കൊള്ളാലോ സാധനം, ഇത് കൊള്ളാലോ സാധനം. ഇത് കുത്തിപ്പൊട്ടൊന്നുമില്ല അവിടെ. അതല്ല, അത് തട്ടിയാലും ക്ഷേത്ര മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നിങ്ങളുടെ സംഭാവനകൾ ആഘോഷ കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിച്ച് രസീതുകൾ വാങ്ങണമേ എന്ന് സ്നേഹപരിസരം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇത് മുള്ളൻകൊല്ലുകൾ പള്ളിപ്പള്ളി നേരെ നേരെ നടന്ന് ഉത്സവപ്പറമ്പ് തെളിഞ്ഞ് നടക്കുകയാണെങ്കിൽ മുതലാളി എന്നെ കൂടെ ഓടൊക്കെ പോകുന്നുണ്ട്. പിന്നില്ലറിയാം, ബാൻഡം കോഴികളായ ഗോൾഡൻ സെപ്പറേറ്റ് അമേരിക്കൻ ബാൻഡ്, സ്പീഡ് പോരാ. നോർവേ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ കറങ്ങുന്ന വിശ്വസിച്ചാലും പൊളിച്ചല്ലേ. ഓക്കെ, നോക്കൂ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർവേ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വെള്ള ഇലികൾ, വിദേശ ഇനം മുയലുകൾ, അബ്സീനിയൻ ഇനീപ്പികൾ, മൈസുകൾ, ഇർബലുകൾ, പ്രാവിനത്തിൽപ്പെട്ട പൗട്ടർ പ്രാവുകൾ, ഫാൻറ്റെയിലുകൾ, നൻപീജിയൻ ഡയമണ്ട് ഓക്കെ. എന്റെ മുതലാളിക്ക് പേടിയായതുകൊണ്ട് എനിക്ക് ഞാനൊന്നും കയറാൻ പറ്റത്തില്ല. ഇല്ല, കയറിയാണെങ്കിൽ ഇവിടെ നിൽക്ക്, 2 വീട് എടുത്തിട്ട് പോവാ. എൻ്റെ ഈ മുതലാളിക്ക് ഛർദ്ദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറാത്തത്. ഇല്ലെങ്കിൽ അതിനകത്ത് കയറിയണേ, ഉറപ്പായിട്ടും ഞാൻ കയറിയണേ. എൻ്റെ മുതലാളി പേടിയാ. പ്രായവും വയസ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും മിഞ്ചു കുട്ടിയാ, കുട്ടിയും മിഞ്ചു കൊടുത്താൽ അവിടെ ഇരുന്നോളൂ. അങ്ങനെയുള്ള പുള്ളിയാ. ഓക്കെ, നോക്ക്, ഏതെടുത്താലും 20 രൂപ, ഏതെടുത്താലും 100 രൂപ, അങ്ങനെയുള്ള വ്യത്യസ്തമായ പല പല തരങ്ങൾ കടകൾ. നമുക്ക് എതിരെ താഴേക്ക് പോവാം.
ആവേശം നോക്കൂ. അയ്യോ അവിടെ കുറ്റിയുണ്ട് കേട്ടോ, നോക്കണേ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 1000 കൂടി കൂട്ടി. അതെ, 6000 രൂപയ്ക്ക് വണ്ടി എടുത്ത് കൊടുക്കാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കേസ് ഒന്നും പറയാനില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 6000 രൂപ ഭാരത് ബെൻസിന്റെ 10-12 കേസ്. ഓക്കെ, ഇവിടെ നോക്കൂ, അമ്പലത്തിൽ കാണിക്കല്ലേ. ഓക്കെ, ഇതാണ് അമ്പലം. ഇത്രയും നേരം ഉത്സവപ്പറമ്പ് മൊത്തം തന്നെ ഇറന്നാലും അമ്പലം കാണിക്കും. എന്താ കണ്ടില്ലേ? ഇതാണ് അമ്പലം. അപ്പം ഇത്രയും നേരം തെണ്ടി തിരിഞ്ഞ് പുറത്ത് നടന്നാ 30 രൂപയ്ക്ക് വെറുത്താന്ന് ചോദിച്ചാൽ വെറുത്തൊന്നുമല്ല, എന്നാലും നമുക്ക് ഒപ്പിക്കാം അല്ലേ? കൊള്ളാം. എന്നെ മുതലാളി പൈസ കൊടുക്കുന്നത് കുഴപ്പമില്ല. ഓക്കെ, കാണുന്നുണ്ടാകത്തില്ല. അവിടെ എന്തോ പച്ചരങ്ങ നടക്കുന്നത് ഭയങ്കര ഒച്ചപ്പാടാ. ഓ പോടാ പോവാ, രക്ഷയില്ലാത്ത ഒച്ചപ്പാട്. എന്താണെന്നില്ല, ഭയങ്കര ഈ മുതലാളിയാണ് എന്നെ കൊണ്ട് എങ്ങോട്ടൊക്കെ ഇത് ആര് കേൾക്കുന്നു എന്നൊരു മനസ്സിലാവും. കാരണം ഇവിടെയുള്ളവരെല്ലാവരും എനിക്ക് വേറെ എന്തോ പരിപാടിയാണ്. ഒന്നും മനസ്സിലാവും. ഇതുള്ള സാധനം. അയ്യോ ഒപ്പം വിടണേ, ചെളിയുണ്ട് കേട്ടോ, നോക്കണേ, വീഴും. ഇപ്പൊ ഒന്ന് തെന്നിയതാ ഞാൻ. ബട്ട് ക്യാമറ ചെലവ് ഇപ്പൊ വീണ നാണക്കേട് എന്നൊക്കെ പറയാക്കില്ലേ എന്റെ പൊന്നോടാവേ. ഇത് കൊള്ളാട്ടോ സാധനം, മപ്പ് സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നില്ല, ആനയെ കാണുന്നില്ല. ഓക്കെ, സാധനം പോയി. ആനയും ചെണ്ടയാണ് നമ്മുടെ മെയിൻ, പിന്നെ വണ്ടി, അതാണ് നമ്മുടെ മെയിൻ. ഓക്കെ, ഇതാണ് കിഴക്കേ നട. അപ്പുറത്തെ പടിഞ്ഞാറ് നട, ഇപ്പുറത്തെ കിഴക്കേ നട. അതവിടെ എഴുതി വെച്ചിട്ടില്ല, നോക്കണ്ട, എഴുതി വെച്ചിട്ടില്ല. അപ്പുറം പടിഞ്ഞാറാകുമ്പോൾ ഇപ്പുറം കിഴക്കാവൂലോ ഇല്ലേ? അങ്ങനെയല്ലേ സംഭവം. ശരി പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ കിഴക്ക് വരുന്നത്. അതെ അതെ, അപ്പോൾ അത് തന്നെയാണ്. അങ്ങനെയല്ലേ? അതെ, കറക്റ്റാ. സാധനം നല്ല രസമുള്ള സാധനം. പക്ഷെ എനിക്ക് ഇത് കുഞ്ഞുള്ള രൂപ സാധനം. ഇപ്പൊ ഇതൊക്കെ ഒതുകൊണ്ട് ഞാൻ നടന്ന നാട്ടുകാരും ഭ്രാന്താണ്. എനിക്കറിയില്ലേ, ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന ഇത്ര വെള്ളമൊന്നുമില്ല. ഇപ്പൊ ഫുള്ള് ചെളി. കാര്യമില്ലാതെ തെണ്ടി തിരിഞ്ഞ് നമ്മൾ ഉത്സവപ്പറമ്പ് നടക്കണം. ഉത്സവപ്പറമ്പിൽ കൂടെ നടക്കുന്നത് സമർപ്പിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ ഇങ്ങോട്ട് കൊടുക്കട്ടെ മുതലാളി. 10 രൂപ വിഷ്ണു ദേവി. ഓക്കെ, നാട്ടുകാരല്ലേ എന്നെ തന്നെ നോക്കണം. എനിക്കത് എനിക്കെന്ത് നാടകം, എനിക്കൊന്നും നാടകം തരുക. ഇത് പറയട്ടെ, അടുത്ത കാലം ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഒരാൾ അന്വേഷിച്ചെന്നാണ് ചോദിച്ചത്. അപ്പം പുള്ളിയത് ജ്വല്ലറിയാണ് പറഞ്ഞത്. ജ്വല്ലറി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ 4 ജ്വല്ലറി കഴിഞ്ഞു. ഇനി എവിടെ ജ്വല്ലറി ഉള്ളേ എനിക്കറിയത്തില്ല. സമുദ്രമാണ് എത്ര പേരൊക്കെ ഉള്ളൂ ബായ് എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ചപ്പനെ നമ്മളെന്ത് ബായ് അല്ല ഒഞ്ചടേ നമ്മളെന്താണ് ഈ കുറച്ച് സുഹൃത്ത് നല്ലതാ. നമ്മൾ രണ്ടുപേരും കൈ നോക്കിയിട്ട് നമ്മുടെ 2 പേർക്ക് എന്താ പറഞ്ഞേ കഷ്ടാറെന്നോ. അതെ, അപ്പൊ നമുക്ക് സൂക്ഷിക്കുന്നത് എന്താ, ഇനി വല്ല വണ്ടി വാഹനങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഷോ ഇടാൻ അല്ലാതെ എന്തോ ഇവൻ ഏതറായി വന്ന് ചോദിക്കോളൂ അല്ലേ? ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടോട്ടെ, മനസ്സിലെ വിളിക്ക്. വേറെ
അത്രയ്ക്ക് കൊള്ളണ്ട. പൈസക്ക് 50 രൂപയാണ് ഗൈസ്. ഇത് വെറുതെ ഗൈസ്. നോക്കൂ, ഇത്രയും ചെറിയ പ്ലേറ്റിന് 50 രൂപ. അനീതി ഇതൊക്കെ മുതലാളി മേടിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. കണ്ടാൽ ലുക്കില്ലെന്നുള്ളൂ, കൊടുക്കാത്ത കാശുകാരനാ. സംഭവം കൊള്ളാല്ലേ? പക്ഷെ പൈസക്കുള്ള മുതലില്ല, പക്ഷെ സംഭവം കൊള്ളാം. ഓ ഗൈസ്, എൻ്റെ ഉയർ നൻപി കുറെ കാലല്ലേ കാണുന്നല്ലേ അല്ലേ? കുറച്ച് കാലമായില്ലേ നമ്മള് പ്ലസ് 2 പഠിച്ച, 1 വർഷം 2 വർഷം. ഓ നാണമാണോ? പറയൂ പെങ്ങളെ പറയൂ. ഓക്കെ, അച്ഛൻ അമ്മ അനിയത്തേക്ക് ഉണ്ടായിരുന്നു, എവിടെ പോയി വന്നു. അവർ നെക്സ്റ്റ് അവിടെ മാറ്റി വിട്ടു. ഓക്കെ, എനിക്ക് ചില മേടിച്ച് തരാമെന്ന ആള് മേടിച്ച അമ്മ അനിയത്തി. ഓക്കെ, വായി നോക്കാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയേക്കുവാ. ആയിക്കോട്ടെ, ശരി എന്നാ മകളെ. എന്താ ചില മേടിച്ച് അങ്ങനെയൊന്നും പറയും. ഇതിന് LED കണക്ഷൻ എവിടെ ആയിരിക്കും? ഇതിന് LED കണക്ഷൻ എവിടെ ആയിരിക്കും? എന്റെ മുതലാളി ഇതിനിടയ്ക്ക് ചളി പറയല്ലേ? ആന വരുന്നുണ്ട്. തദോഷതവൃഷാൻ പൂർവം ദ്വിജേഭ്യോ മനുജർഷഭഃ 30 കോടിരന്യസ്യ ബ്രാഹ്മണേഭ്യോ തദൗ പുനഃ നാനാവസ്ത്രാണി മഹാരഥാനി ച രാഘവഃ അന്തരശ്മിത്രതീനാശാൻ കാഞ്ചനീമണി വിഗ്രഹഃ. ആന അല്ലേ വണ്ടി? അതാണ് നമ്മൾ. ഇതിന്റെ പേരെന്നറിയാം മുതലാളി? കാളിദാസൻ. മോനെ കാളിദാസ വിളിച്ചു നോക്കിയാലോ? ചിലപ്പോൾ വീടൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് പോയി. പാവാന ഇതിൻ്റെ കൂടെ 80 ഭാഗം നടക്കണം. ഓക്കെ, ഭയങ്കര തിരക്കാണ്. എൻ്റെ പൊന്നടാവ് ഒരു രക്ഷയില്ലാത്ത. ഓക്കെ, നോക്കൂ. അപ്പോൾ നമ്മുടെ ഉത്സവത്തിന് ജനസമുദ്രമാണ്.
ഗൈസ് നോക്കൂ, മണലെറിഞ്ഞാൽ പോലും താഴെ വീഴത്തില്ല, അതുപോലത്തെ ജനസമുദ്രമാണ് ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അതിൻ്റെ അടിയിൽ 100 രൂപ ഗൈസ് നമ്മളെടുക്കില്ല, കാരണം അത് പറ്റില്ലാന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇതുപോലെ ഒരു ബ്രാൻഡി കുപ്പി അല്ല. ഓ ഗൈസ് ഇതുണ്ടോ, ഒരു 100 രൂപ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? പക്ഷെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ കാണാം. കണ്ട 100 രൂപ കൊടുക്കുന്നത്, പക്ഷെ 100 രൂപ അല്ല ഗൈസ്, അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല. എവിടെയാണോ ദൈവം ക്യാമറ നിൽക്കുന്നത്? രാവിലെ വരെ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ ഒരുമാതിരി പല രീതിയിലുള്ള വിഷ്വൽസൊക്കെ. അത് കറക്റ്റ് വരുമ്പോഴാണല്ലോ വീട്ടിലുള്ളൂ. അതെ എഡിറ്റ് പോകുന്നു, മേടിക്കാൻ പറഞ്ഞോട്. അനുമാനം ഏറ്റു പോകുന്നു. നോക്കൂ, അനുമാനം പേറ്റു അടങ്ങിക്കാൻ പറഞ്ഞു. കയ്യൊന്നും ഉണ്ടായിട്ട് വേണ്ട ചേട്ടാ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ നോക്കൂ, തിരക്കെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നടാവേ, ഒന്നും പറയണ്ട. ഹലോ ഓക്കെ നോക്കൂ, തിരക്കെന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നടാവേ, മാലിന്യ വെറുക്ക് എറിഞ്ഞാൽ താഴെ വീട്ടില്ല, അതുപോലത്തെ തിരക്ക്. ഓക്കെ അപ്പോൾ പ്രതീക്ഷ പോലെ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ സാധിച്ചില്ല, കാരണം തിരക്ക് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ബാറ്ററി ലോ ആയിരുന്നു. കൈലാസഗിരിയുടെ പ്രവേശന കവാടത്തിനപ്പുറം കേൾക്കുന്നത് എന്താണ്? ഗൗരി മാതാവേ, തുറക്കണം. ആരോ ഒരാൾ കൈലാസത്തിന്റെ അതിര് താണ്ടി അകത്തേക്ക് വന്നിരിക്കുന്നു. അതീവ ബലവാനായ ഒരാൾ അകത്തേക്ക് വരണമെന്നും ഭഗവാന് മുഖം കാണും. ബാക്കി പറഞ്ഞാൽ ഏറ്റവും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.